സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടിയോട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം $1000 ഉള്ളത്. ഞാൻ പിന്നെ കടയിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടിരിക്കുന്നു. പിന്നെ ആ കട കുറച്ച് അപ്ഗ്രേഡേഷനൊക്കെ നടത്തി തരാം. ഞാനൊരു വെൻഡിങ് മെഷീൻ ഇവിടെ വെച്ച്, പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് വെച്ച്. പിന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, പോയി കാണാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ഒരു പുള്ളിക്കാരൻ നമ്മുടെ കടയിൽ പണിയെടുക്കാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമ്മുടെ $1000 നമുക്ക് ഈ കടയിലത്തെ സാധനങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം കാലിയൊക്കെ എടുക്കണം. ഫ്രിഡ്ജ് മാത്രമാണ് ഫുള്ള് ഫില്ലായി എടുക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കുറേ സാധനങ്ങൾ വെച്ച് നടക്കണം. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു $500 ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിലവാക്കുക. നമ്മൾ ഓൾറെഡി $200 ചിലവാക്കിയിട്ടുള്ളൂ ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ. അതായത് ഏകദേശം 10 ഐറ്റം ഉണ്ട്. ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 10 ഐറ്റം വാങ്ങാൻ $200 ആയി. ഇനി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേനും ഒരു $500 ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. $500 നമ്മൾ എന്തായാലും ചിലവാക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബാക്കി വരുന്ന ഈ $500 നമുക്ക് സേവ് ചെയ്യാം. അതിന് നമുക്ക് ഈ പ്രൊമോഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സേവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രൊമോഷനിൽ പോകാൻ $550 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ന്യൂസ് പേപ്പർ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് 5 ഇരട്ടി കസ്റ്റമേഴ്സിന് നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്കിപ്പോൾ വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഗമ്മി പാണ്ട വേണം, ഈ സീരിയൽ വേണം, ചോപ്പ് പിക് സീരിയൽ വേണം, ഗോൾഡൻ ചിപ്സ്, ഇതെല്ലാം നമുക്ക് എടുക്കുക. ഇതെല്ലാം നമുക്ക് കണ്ട് എടുക്കുക. എത്ര ഡോളറായി? $319 ഓൾറെഡി ആയി ഇത്ര സാധനം എടുത്തപ്പോൾ. ഇനിയും മേടിക്കാം നമുക്ക്. ജനറലി പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കാം എത്ര രൂപയാണ്. നോക്കി ഇത്ര സാധനങ്ങൾ നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം. ഓക്കെ, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, $594 അയച്ചിട്ട് നമുക്ക് ഇത്ര സാധനങ്ങൾ. എൻ്റെ അമ്മ, ഇത് എന്താണ്? ഇത് മൊത്തം എടുത്ത് വെക്കണോ? ഓക്കെ, ഇത് മൊത്തം എടുത്ത് വെക്കാം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ. സോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കടയിൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമ്മുടെ കയ്യിൽ $537 ഉണ്ട്. ഓൾമോസ്റ്റ് $1000 ഉണ്ടായിരുന്നൊക്കെ തീർന്ന് ഇത്ര സാധനങ്ങൾ മേടിച്ചപ്പോൾ തന്നെ. ഇനിയിപ്പോൾ ഇയാൾ നോക്കിക്കോളൂ. ഇയാൾ ബില്ലിൻ്റെ പരിപാടി ആക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടുകൊണ്ട് ഇപ്പോൾ വെടിക്കൂട്ട കണ്ട ചങ്ങായി പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റാണ്. നമ്മളെക്കാളും സ്പീഡ് ചങ്ങായി. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് സ്ലോ ആണ്. പക്ഷേ ഈ ചങ്ങായി അങ്ങനല്ല. ഈ ചങ്ങായിയുടെ കയ്യിൽ കണ്ട ഈ സാധനം മറ്റേ ബില്ലടെ പെട്ടെന്ന് നോക്കുന്ന സാധനമുണ്ട്. അത് വെച്ചിട്ട് പേ ചെയ്യും ഇയാൾ. നമുക്കിനിയൊരു പ്രൊമോഷൻ ചെയ്യണം. അറിയില്ല, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രൊമോഷൻ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ കടയിൽ 550 പ്രൊമോഷൻ ചെയ്തു. ഓക്കെ, ചെയ്ത് ഇനി 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ സംഭവം. 5 ഇരട്ടി കസ്റ്റമേഴ്സ് വരും തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, കട നിറഞ്ഞ് അത്രേ ഉള്ളൂ. നമുക്കിവിടെ ചെക്കൗട്ട് എടുക്കുക പൈസ. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എല്ലാവരും പൈസ നമുക്ക് പെട്ടെന്ന് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചിട്ടാ, ആൾക്കാർ കൂടുതൽ ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ സമയം അത്രയും പോകും. ഓക്കെ, ഇവിടെ ആൾ വന്നിട്ടോ. പെട്ടെന്ന് നമുക്ക് ബില്ലടക്കാം. $21. സെറ്റ്. അടുത്ത ആൾ. ഓക്കെ, ഇങ്ങോട്ടാണ് ആൾക്കാർക്ക് വരുന്നത്. നിങ്ങൾ കുറേ ആൾക്കാർ വരികയാണെങ്കിൽ എനിക്ക് പണിയാവൂലേ? ഓക്കെ, ഇവരൊക്കെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടാണ്. 32.50. ഓക്കെ, സെറ്റ്. പ്രൊമോഷൻ്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ലാഭമില്ല. സ്റ്റോർ ലെവൽ അപ്പോൾ ഓക്കെ കണ്ട. നമ്മുടെ സ്റ്റോറിൻ്റെ ലെവലും കൂടി നമുക്ക് ലൈസൻസൊക്കെ എടുക്കാം. എൻ്റെ ആളിയാ നമ്മൾ $1000 അടിക്കാറായി തോന്നുന്നു. ഇല്ല, $757 അത്ര നമ്മളാക്കിയിട്ടുണ്ട്. ഓക്കെ, $800 ആയി. $823 ആയി. ഇനിയുണ്ട് 1 മിനിറ്റ്. ആ 1 മിനിറ്റിൽ നമുക്ക് $1000 അടിക്കുമെന്ന് നോക്കാം. ചലഞ്ചാണ് 1 മിനിറ്റ് $1000 ചലഞ്ച്. 45 സെക്കൻഡായി. എല്ലാവരും സാധനങ്ങൾ വാങ്ങി. $1000 നമുക്ക് 900 അടിച്ച്. ഇനി $1000 34 സെക്കൻഡ്. ഓക്കെ, ആൾക്കാരൊക്കെ അവിടെ ദൂരെ സാധനങ്ങൾ വാങ്ങണം. നമുക്ക് പ്രൊമോഷൻ ഒന്നുകൂടി ചെയ്യാം. അത്രേ ഉള്ളൂ. പ്രൊമോഷൻ നമ്മൾ ഇനിയും ചെയ്യും. നമുക്ക് പ്രൊമോഷൻ്റെ കാര്യം. പക്ഷെ നമ്മൾ $1000 അടിച്ച്. അത്രേ ഉള്ളൂ. കണ്ട പെട്ടെന്ന് കാശ് വന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. $1200 ഉണ്ടായി നമ്മൾ ഈ ഗെയിം തുടങ്ങുന്ന സമയത്ത്. കടയിൽ ഇനി ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇഷ്ടം പോലെ ഇല്ലെങ്കിൽ ഒരു $300 സാധനങ്ങൾ ഇനിയും ഉണ്ട്. അത്രേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ ലാഭം കൊയ്യാണ്. പൈസ നമുക്കൊരു വിഷയമല്ല. അത്രേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കി. അന്നേരം നമ്മൾ $1217 ഓൾറെഡി നമ്മൾ അടിച്ച്. $6 1300 അടിച്ച് നമുക്ക് ഉറപ്പിക്കാം പ്രോഫിറ്റ് ആണെന്ന്. പറഞ്ഞ മാതിരി ഞാനിവിടെ നമ്മുടെ കടയിലത്തെ സാധനങ്ങളൊക്കെ തീരാറായി. നമുക്ക് എന്തായാലും സാധനങ്ങൾ പോയി ഫില്ലാക്കാം. നമുക്ക് ഇതിന് കുറേ പൈസ പോയി ഇതാക്കണ്ട്. പ്രൊമോഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ സാധനങ്ങൾ വിറ്റ് പോയി. എല്ലാം നമുക്ക് മേടിക്കാം. ജനറലി പോയിട്ട് എല്ലാണ്ട് മേടിച്ചോ. വാരിക്കോ. മിൽക്ക് വേണ്ട. മിൽക്ക് മേടിച്ചോ. മിൽക്ക് വേണ്ട കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ സാധനമില്ല. ഇനി വേറെ ഫ്രിഡ്ജ് മേടിക്കണം. ബ്രെഡ് 2 ഉണ്ടായിക്കോട്ടെ. $279 നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടയിൽ ഫുള്ള്
ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഇനി കയറ്റി വെക്കണം. ബ്രെഡ് നമുക്ക് മേലെ വെക്കാം. ബ്രെഡ് നമുക്ക് ഇത് ലേസും സാധനങ്ങളും ആ സെക്ഷൻ വേറെ വാങ്ങാനുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഡേ എൻ്റെ ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ അടക്കാണ്ടാ $297 നമുക്ക് പ്രോഫിറ്റ്. അത്രേ ഉള്ളൂ. ഒക്കെ ബില്ലടച്ച്. ബില്ല് $200 വേറെ ഉണ്ട്. അപ്പോൾ $200 തന്നെ പോയി. $97 പ്രോഫിറ്റ്. നല്ലതാ, നല്ല കാര്യം. $903 ബില്ലൊക്കെ അടച്ചപ്പോൾ തന്നെ. ബില്ലൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ പെട്ടെന്ന് അടക്കണം. ഈ സാധനം ഒക്കെ പൻസാറ്റി പേര് ഞാൻ ഇടക്കിടക്ക് മറക്കുന്നുണ്ട്. പൻസാറ്റി എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. പൻസാറ്റി എന്ന് പറഞ്ഞാൽ സാധനം ഇത് അങ്കിൾ ടോണി റൈസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കട തുറന്നില്ല. കട ഓപ്പൺ ആക്കിയിട്ട് ഇനി ഓയിൽ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും നമ്മുടെ വേണ്ട സാധനങ്ങളൊക്കെ ഫില്ലാക്കി. ഡേ 2 ആയി നമ്മൾ ഫില്ലാക്കുമ്പോൾ തന്നെ. നമുക്ക് ഇനി നമ്മുടെ കട തുറന്നിട്ടിക്കണം എന്തായാലും. ഇനി നമ്മുടെ കട എന്തൊക്കെ വേണ്ട സാധനങ്ങളില്ല. സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് മേടിക്കണം. ഇവിടുത്തൊക്കെ കഴിഞ്ഞാ ഫ്രിഡ്ജ് കാലിയാവാറായുടെ നമുക്ക് കാരണം ഇപ്പം തന്നെ പോയി പ്രമോഷൻ ഓണാക്കിയിടാം. പ്രമോഷൻ ചെയ്ത് നമ്മൾ 5 മിനിറ്റ് പ്രമോഷനാണ്. ആൾക്കാരൊക്കെ കയറി. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ തുരുതുരാന്ന് വരും. വരുന്നങ്ങോട്ട് കണ്ടോ. ഓക്കെ, നമുക്കിത് കൊണ്ടേ കളഞ്ഞിട്ട് ഇതെന്താ ബ്രെഡ് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം. ബ്രെഡ് ഇതിൽ വെക്കുക, ഈ ഷെൽഫിൽ വെക്കുക. ഇതിലും വെക്കുക. ഇതിൽ കുറച്ച് വേണം. ഇതിലും വെക്കുക 2 എണ്ണം. ഓക്കെ, സെറ്റ്. ഇതെന്താ ഡ്രാഗൺ ഷുഗർ, ഇതും വെക്കാം. ഇതൊരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിന്ന് പെട്ടി ഇങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ കൂട്ടിയിടേണ്ടി വരും. ഇതിവിടെ ഇരുന്നോട്ടെ. കോള സോഡ ഇതിൻ്റെ മനുഷ്യന്മാർ ഒന്ന് പോയിക്കുന്നു. ഓക്കെ, പെട്ടി കഴിഞ്ഞ് ഒന്നെന്നെ ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഈ പെട്ടിയൊക്കെ നമുക്ക് മാക്സിമം കൊണ്ട് ഒഴിവാക്കുക. ഇതെന്താ ഡ്രാഗൺ ഷുഗർ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള. പപ്പി സോഡ കഴിഞ്ഞാൽ. ഓക്കെ, പപ്പി സോഡ ഒക്കെ കഴിയാറായി. ഓക്കെ, പപ്പി സോഡ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടേ കളയാം. CF എനർജി ഡ്രിങ്ക്. ഓക്കെ, ഇതും കഴിഞ്ഞ്. സെറ്റ്. എത്ര ഡോളറായി? ഈ ചങ്ങായിക്ക് ഇനിയിപ്പോൾ പണിയാവുമല്ലോ. ഇയാളിപ്പോൾ ഫുള്ള് പണിയിലാവും. ഡ്രാഗൺ ഷുഗർ ക്രിസ്പി ചിബ്ബി സീരിയലോ ഇതൊക്കെ ഓരോ ആൾക്കാർ എടുക്കുന്നുണ്ട്. നമുക്ക് വെക്കാം. ഓക്കെ, ഒന്നുള്ളൂ അതിൽ. നമുക്കിവിടെ നമ്മുടെ കൗണ്ടറിൽ പോയി ഇരിക്കുക. കാരണം അല്ലെങ്കിൽ ഇയാൾക്ക് പണി ഓവർലോഡാവും. അപ്പം നമ്മുടെ അത്രയും സമയം പോകും. മനസ്സിലായ ആൾക്കാർ നിറഞ്ഞ കടയിൽ നമുക്കിനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്. $26 തിരിച്ചു കൊടുക്കണം. ഓക്കെ, സെറ്റ്. ഓക്കെ, അടുത്ത ആൾ വന്നിട്ടുണ്ട്. $26 പൈസ ഇട്ടിട്ടുണ്ട്. $500 ആവാറായി. നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ പോയതാണ്. $518 നമുക്കിപ്പോൾ പൈസ തിരിച്ചിട്ടു. കാരണം കടയിൽ ഇനി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എന്തൊക്കെ ഇനി ഇവിടെ ഒക്കെ കുറച്ച് സാധനം 3 ഐറ്റംസ് നമുക്ക് പുതിയത് വെക്കണം. അത് നമുക്ക് പുതിയ സാധനങ്ങൾ ഇനി പുതിയ പ്രൊഡക്ട്സിൻ്റെ ലൈസൻസ് മേടിക്കണം. ഓക്കെ, ഇവിടെ ആൾ വന്നിട്ടുണ്ട്. 22.50. $27 നമ്മൾ തിരിച്ചു കൊടുക്കണം. 2000 years later. $1200 സെയിം ലെവല്. വലിയ കാര്യമായിട്ട് നമ്മളൊന്നും കാട്ടിയില്ലടെ. 28.50. 1400 1500 അടിക്കാറായി. കുഴപ്പമില്ല. ഇവരുടെ കൂടി ഒന്ന് കഴിയട്ടെ. ഷോപ്പ് ലെവലും കൂടാറായി. നമുക്ക് അടുത്ത പാർട്ടിയിലായിരിക്കും റീസ്റ്റോക്കറിനെ എടുക്കാൻ പറ്റാതെ തോന്നുന്നു. ഓക്കെ, ഷോപ്പിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ട്. ഡേ എൻ്റെ ആക്കാൻ പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് അവർ. ഓക്കെ, ആൾക്കാർ കഴിഞ്ഞില്ലേ? ഡേ എൻ്റെ ആക്കടെ 1 മിനിറ്റ്. അയാൾ വെൻറ്റി മിഷീൻ്റെ അങ്ങോട്ട് പോയി. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടോ നിങ്ങൾ? $613 പ്രോഫിറ്റ്. അത്രേ ഉള്ളൂ. ഇനി ബില്ലടക്കം നമുക്ക്. ഈ ബില്ല് ചടപ്പാണ് കേട്ടോ. ഒരുമാതിരി സാധനമാണ് ഈ ബില്ല്. നമുക്കൊന്ന് കുറേ പൈസ അങ്ങനെ പോവും. ഓക്കെ, ഏകദേശം $1364 ആയിട്ടുണ്ട്. സോ അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തില്ല. നമ്മുടെ കടയിൽ പ്രമോഷൻ കൊടുന്നു വന്നിട്ടുണ്ട്. പ്രമോഷൻ നമുക്ക് ചെയ്യാം. നമുക്ക് എല്ലാ വീഡിയോയിലും നമുക്ക് പ്രമോഷൻ ചെയ്യാം. $550 ഈ പ്രമോഷൻ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായി $5000 ഒക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രമോഷൻസ് ചെയ്യാം.
സോ അത്രയുള്ള ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് പണി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മീ ഫിസാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.